ചാനലുകൾ കൗണ്ട് ഡൗൺ തുടങ്ങി, ചർച്ചകൾ തുടങ്ങി, സർവേകൾ തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ പൂരമായിരിക്കും. 2026 മെയ് മാസം ഏപ്രിൽ വരെ അതിൻ്റെ ചർച്ചകളുടെയും സർവേകളുടെയും പൂരം. അത് കഴിഞ്ഞാൽ എക്സിറ്റ് പോളിൻ്റെ പൂരം. പിന്നെ ഓരോരുത്തരും, ഓരോ ചാനലുകളും, സാറ്റലൈറ്റ് ഡിജിറ്റൽ ചാനലുകളും പുതിയ പുതിയ കണക്കുകളുമായിട്ടും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഘോഷയാത്രയാണ്. ഒരു ചാനൽ കണ്ടിട്ട് അടുത്ത ചാനൽ കാണുമ്പോൾ വട്ടാവും. കാരണം മത്സരിക്കുമെന്ന് പറയുന്ന ആളായിരിക്കില്ല, ഇതിൽ പറയുന്ന ആളല്ല അപ്പുറത്ത്. എന്തായാലും വളരെ രസകരമായ തെരഞ്ഞെടുപ്പ് ഉത്സവം കേരളത്തിൽ ആരംഭിച്ചു. അതിന് തുടക്കമിട്ടിരിക്കുന്നത് NDTV ആണ്. നാഷണൽ ലെവലിലുള്ള NDTV ഒരു വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു സർവേ പുറത്തുവിട്ടിട്ടുണ്ട്. ആ സർവേ പിണറായി വിജയന് നെഞ്ചെടുപ്പുണ്ടാക്കുന്നതും VD സതീശന് വലിയ തോതിൽ ഊർജം നൽകുന്നതുമാണ്. എന്നാൽ വേറെ രണ്ടുപേരെ ICUവിലോട്ട് മാറ്റാവുന്ന രണ്ടുപേർക്ക് നെഞ്ചിടിപ്പും ഹാർട്ട് അറ്റാക്കും BP-യും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഒന്നിച്ചു കൂടുന്ന വേറെ രണ്ടുപേരുണ്ട്. ഒന്ന് കണിച്ചകുളങ്ങരയിലെ ആശാനും വെള്ളാപ്പള്ളി നടേശനും, രണ്ട് പെരുന്നയിലെ പോപ്പായിട്ടുള്ള NSSൻ്റെ സുകുമാരൻ നായർ. കാര്യം രണ്ടുപേരും സതീശനെ തെറി പറഞ്ഞിട്ട് 24 മണിക്കൂർ പോലും ആയില്ല. അപ്പോഴാണ് NDTVയുടെ സർവേ വരുന്നു. 22% ആളുകളും VD സതീശനാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് പറയുന്നു. ഒരു 18% ആളുകൾ മാത്രമേ പിണറായി വിജയനെ പറയുന്നുള്ളൂ. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 18% പിണറായി വിജയന് പറയുമ്പോൾ KK ശൈലജയ്ക്ക് 16% പറയുന്നു. എന്ന് ഇടിച്ചിടിച്ച് നിൽക്കുകയാണ് KK ശൈലജ. എന്തായാലും KK ശൈലജ അമ്മ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അമ്മ, അന്നുണ്ടാക്കിയ PR വർക്കും ഹൈപ്പും ഏറ്റിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. KK ശൈലജ 16 നിൽക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും അസുഖം വരികയോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവുകയൊക്കെ ചെയ്താൽ, ജീവിച്ചിരിക്കുകയാണ്, മരിക്കും, അതുകൊണ്ട് മരിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന കാര്യമില്ല, എന്നായാലും മരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ അടുത്ത് CPM-നൊരു അമ്മയായി KK ശൈലജ. പക്ഷേ പ്രശ്നം, കേരന്തെങ്ങും കേരള നാട്ടിൽ KR ഗൗരി നമ്മെ ഭരിക്കുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചതിന് ശേഷം ഗൗരി അമ്മയെ മാറ്റിയതുപോലെ ഈ ശൈലജ എന്ന് പറയുന്ന അമ്മയെ നിർത്തി, അല്ലെങ്കിൽ ചേച്ചിയെ നിർത്തിയിട്ട് അനിയനെ വേറെ കല്യാണം കഴിപ്പിക്കുമോ എന്നുള്ള ഒരു കഥയും ഉണ്ട്. അപ്പോൾ 22% VD സതീശൻ്റെ റേറ്റായിട്ട് നിൽക്കുന്നത്. 18% പിണറായി നിൽപ്പുണ്ട്. 16% KK ശൈലജ നിൽക്കുന്നു. എന്നാൽ കേരളത്തെ ഞെട്ടിക്കുന്ന, കേരളത്തിലെ സംഘികളെയും കൊങ്ങികളെയും സുഡാപ്പികളെയും വല്ലാതെ വേദനിപ്പിക്കുന്നൊരു കണക്കുണ്ട്. 14.5 15% രാജീവ് ചന്ദ്രശേഖരുമുണ്ട്. അപ്പോൾ ആശാൻ മിടുക്കനല്ലേ? 1.5 മാസമല്ലേ ആയോളം ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ കോർപ്പറേഷൻ പിടിച്ചില്ലേ? അദ്ദേഹം ഇവിടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നില്ലേ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നുണ്ടോ ഭാവി മുഖ്യമന്ത്രിയായി എന്നുള്ളതും NDTVയുടെ ചർച്ച നമ്മളെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്. ശശി തരൂരാണ് അടുത്തത്. അവിടെ ഞെട്ടൽ വരണം. രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ് പോലും അണ്ടമിട്ട് നിൽക്കുമ്പോഴാണ് NDTVയുടെ സർവേയിൽ രമേശ് ചെന്നിത്തല താഴെ പോയിരിക്കുന്നു, ശശി തരൂർ വീണ്ടും മുകളിൽ വന്നിരിക്കുന്നു. അപ്പോൾ VD സതീശനാണോ ശശി തരൂരാണെന്ന് ചോദ്യമില്ല. VD സതീശൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പോകും. കാരണം ശശി തരൂർ ഇടയ്ക്ക് ഇങ്ങനെ NDTV പറഞ്ഞാലൊന്നും കേൾക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെയും മെമ്പർമാരുടെയും യോഗത്തിൽ പോലും പൈലറ്റ് പ്രാസംഗികനായിട്ടാണ് ശശി തരൂരിനെ വിളിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം വേണേൽ പൊക്കോണം, രാഹുൽ ഗാന്ധിയുള്ള വേദിയിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അദ്ദേഹം അത് വഴക്ക് ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ. അപ്പോൾ അതാണ് അടുത്ത വിഷയം. ഇനി ഭരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ, ഭരണത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ 32% ആളുകൾ UDF വരും എന്നുള്ള കൺസെപ്റ്റിലാണ്. 29% LDF വരുമെന്ന് പറയുന്നത്. അവിടെയും 32% വോട്ടാണ് UDF പിടിക്കുമെന്ന് പറയുന്നത്. 29% വോട്ട് LDF പിടിക്കുമെന്ന് പറയുന്നു. 3% ഡിഫറൻസേ ഉള്ളൂ. 1.5% മാറ്റാൻ കഴിഞ്ഞാൽ കഥ വീണ്ടും സമനിലയിലേക്ക് ഡ്രായിലേക്ക് പോകും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി BJPയുടെ വോട്ട് ഗണ്യമായ രീതിയിൽ 14 നേരത്തെ 19 ഉണ്ടായിരുന്നു പാർലമെന്റിൽ, അത് 14 പിടിച്ചു. അസംബ്ലിയിലേക്ക് പഞ്ചായത്തിൽ താഴ്ന്നു, അത് 19.5 പോകുന്നു. 20 പോയാൽ, അവർ 25 പറയുന്നത്, 20 പോയാൽ തൂക്ക് സഭയായിരിക്കും വരിക എന്നുള്ളത് അടുത്തൊരു കഥ. ഇനി ഭരണവിരുദ്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 51% ആളുകളും പറഞ്ഞത് വളരെ മോശം ഭരണമെന്ന്. 31% മോശം ഭരണമെന്ന് 20%. അപ്പോൾ 51% പറഞ്ഞത് ഈ ഗവൺമെൻറ് പോക്കാണ്, ഗുണമില്ല. എന്നാൽ 40% ആളുകൾ പറഞ്ഞു
പിന്നെ ഈ കുഴപ്പമില്ല, നല്ല ഭരണമാണെന്ന് പറഞ്ഞു. അപ്പോൾ 51, 90, പിന്നെ ഒരു 9% ഇതിനകത്ത് അലുക്കുലുക്ക് വരുമല്ലോ, അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അഭിപ്രായമില്ല എന്ന് പറയുന്ന ഒരു 8-9% ഉണ്ട്. അപ്പോൾ വേണ്ടാന്ന് കുറച്ചൊരു പറയും, കുറച്ചൊരു വേണമെന്ന് പറയും, കുറച്ച് വേണ്ടണം ടീമുണ്ട്. അതെല്ലായിടത്തും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മലയാളിയാകുമ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ, ആര് വരണമെന്ന് നോക്കിയിട്ട് നിൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും UDFിനൊരു അപ്പർ ഹാൻഡ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ സർവേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അല്ലെങ്കിൽ ഒരാഴ്ചക്കാലമായി VD സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് NSSും SNDPയും നേതാക്കൾ, അവരെ മൊത്തം സംവിധാനം ഞാൻ പറയുന്നില്ല, നേതാക്കൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ പണിഞ്ഞിട്ടും അദ്ദേഹത്തിന് VD സതീശനെ ഇന്നലത്തെ മഴയത്ത് കുരുത്ത തകരയാണ്. അടുത്ത മഴ വരെ കാണില്ല. കാര്യം മഴയത്ത് തകര കുരുത്താൽ വെയിലാകുമ്പോൾ വാടിപ്പോവും. അതാണ് തകര എന്ന് പറയുന്ന ചെടിയുടെ പ്രത്യേകത. അപ്പോൾ മഴയത്ത് കുരുത്ത തകരയാണത്, വെയിൽ വരുമ്പോൾ വാടിപ്പോകും. അതിൻ്റെ ആയുസ് 2 മാസം 3 മാസമാണെന്ന് പറഞ്ഞ തകരയാണ്. പിന്നെ തകര സിനിമയും ഉണ്ട് കേട്ടോ. തകരയാണ് VD സതീശനെന്നും ഊളംപാറയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും ഇവന് പ്രാന്താണ്, നട്ടപ്രാന്താണ്, ഉച്ചക്കിറുക്കാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ 89ാമത്തെ വയസ്സിൽ പറഞ്ഞത്. പക്ഷേ അത് സതീശന് പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. വളരെ കൃത്യമായി സതീശൻ്റെ ഗ്രാഫ് ഉയർന്നു. ഇത് 22% ഇപ്പോഴത്തെ സതീശൻ്റെ ഗ്രാഫെങ്കിൽ അത് 25, 26, 30 ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ VD സതീശനും UDFും 1ാം സ്ഥാനത്ത് എത്തുമ്പോൾ വീണ്ടും NDTV പറയുന്നതനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൂക്ക് സഭ വരുമോ? അങ്ങനെ വരുമ്പോൾ മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇന്ന് പറയുന്ന 3%, ഈ പറയുന്ന ഇപ്പോൾ പറയുന്ന 50, പിന്നെ 3% എന്ന് പറയുന്നത് പിന്നെ ഈ 10%, 40%, പിന്നെ 10%ആണല്ലോ ഈ ഭരണം മോശം എന്നൊക്കെ പറയുന്നത്. 11% കൂടുതലാണ്. ഈ വോട്ടിംഗ് പാറ്റേൺ വരുമ്പോൾ 3% വ്യത്യാസം വരുന്നുള്ളൂ. 32%വും 29%ആയിട്ടുള്ള UDF LDF ആയിട്ടുള്ളതിൽ 3% വോട്ടിനെ 2% വോട്ട് കൂടി പിടിക്കാൻ, അല്ലെങ്കിൽ 3% വോട്ട് പിടിക്കാൻ, 1.5 പിടിച്ചാൽ പിന്നെ ഡ്രായായി, 3% വോട്ട് കൂടെ പിടിച്ച് മുമ്പിൽ കയറാൻ CPMൻ്റെ ബഡ്ജറ്റ് കൊണ്ട് കഴിയുമോ? ഗൃഹസന്ദർശന പരിപാടികൾ കൊണ്ട് കഴിയുമോ? G സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലെയുള്ള സ്ഥാനാർത്ഥികളെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഇറക്കിയതുകൊണ്ട് കഴിയുമോ? അതുപോലെ സെലിബ്രിറ്റികളെയും ന്യൂജൻ ആളുകളെയും വനിതകളെയും പിന്നെ പുതിയ പ്രൊഫഷണലുകളെയും ഒക്കെ നിർത്തിക്കൊണ്ട് ഈ 3% മറിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ 3% മറിക്കാൻ കഴിഞ്ഞാൽ UDFന് LDFിൻ്റെ സാധ്യത വീണ്ടും മാറുകയാണ്. ഒരു ചോദ്യം കൂടെ അവസാനം ചോദിക്കേണ്ടതുണ്ട്. ഇങ്ങനെ UDFന് അനുകൂലമായി ഒരു കഥ വന്നപ്പോൾ UDF കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ള നിലയിൽ UDFിനെ തകർക്കാനായി, കോൺഗ്രസിനെ തകർക്കാനായി കേന്ദ്രത്തിൽ നിന്ന് ഇടപെടലുണ്ടായി. BJPയും CPMും തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടാകുമോ? അങ്ങനെ വീണ്ടും ചില സീറ്റുകളിൽ BJPയും ഭൂരിപക്ഷ സീറ്റുകളിൽ CPMും ജയിക്കുമോ? ഇത് കളരിയാണ്. ആരാണ് ഗുസ്തിയിൽ ജയിക്കുക എന്നറിയില്ല. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൗണ്ട് ഡൗൺ തുടങ്ങാം.